അപ്പോൾ ഇവർക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ആദ്യമേ മനസ്സിലായില്ല, എഞ്ചിലിന് മനസ്സിലായില്ല. പലഹാരം തിന്നാന്ന്. പലഹാരം ബാ ബാ. ബിസ്ക്കറ്റ് പിന്നെ കറുത്തിരിക്കണോ? കറുത്ത കളറിലെ ബിസ്ക്കറ്റാ, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചക്ക ബജി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. നമ്മള് പറഞ്ഞായിരുന്നല്ലോ, മുളക് ബജി, ഉള്ളി ബജി, പിന്നെ മുട്ട ബജിയൊക്കെ എല്ലാവരും തിന്നിട്ടുണ്ടാവും. ചക്ക ബജി തിന്നിട്ടില്ലല്ലോ. ഞങ്ങൾ ആദ്യത്തെ പരീക്ഷണം കേട്ടോ. നല്ലതാണെങ്കിൽ ഞങ്ങൾ പറയാം നല്ലതാണെന്ന്. എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അവിടെ അതിനുള്ള കടലമാവാണ് അതിനുള്ളത്. കുറച്ച് കടലമാവ് എടുക്കുക കേട്ടോ. അളവൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചങ്ങ് ചെയ്യുന്നതാണ്. മതി. വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നല്ലതാണോ എന്ന് അറിയത്തില്ലല്ലോ, നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കൊണ്ടേ. കൂടെയാണ് വേണം. പോയാൽ പിന്നെ കളയണ്ടായില്ലേ. എന്തോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറിക്കുന്നുണ്ടല്ലോ. നമ്മൾ വിളിക്കുന്നതായിട്ടോ മറ്റേ അവിടെ വന്നിട്ടുണ്ടോ? കടലമാവ് നമ്മളിത് വെള്ളം ഒഴിച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാൻ കുറച്ച് ഇതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണേ. ദോശമാവ, അതായത് ഉഴുന്നും അരിയും കൂടെ കുതിർത്തി അരച്ച് വെച്ചത്, അരച്ച് പൊങ്ങിയതാണ്. അതായത് ദോശ ചുടാൻ പാകത്തിനുള്ളത്. അതും കൂടെ ഇങ്ങോട്ട് ഒഴിക്കുക. ഒരു പരീക്ഷണം ഇത്. മൊത്തം ഉണ്ടാക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഉണ്ടാക്കിയത് മൊത്തം ഉണ്ടാക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു. ആ, ഇത് മതി. ഞാൻ ഇതും കൂടി നിർത്തുക. ഇച്ചിരി കൂടെ ഇട്ടേക്കാം. നല്ലതാണോ എന്തോ എനിക്കറിയത്തില്ല. ഏതായാലും കടലമാവും ദോശമാവും കൂടെ അല്ലേ, ദോശമാവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നതിനകത്ത് വേണേ ദോശമാവേ, ഒത്തിരി പുളിക്കാത്തത് വേണം. പോയി ഒത്തിരി പുളിച്ചത് വേണ്ട. ഇതൊന്ന് മുറിച്ചെടുത്ത് ഇനി കൈ ഞാനിത് എന്നാന്നറിയാം. നമുക്കിവിടെ സാധാ മുളക് പൊടി ഇരിപ്പുണ്ട്. ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇന്നലെ വാങ്ങിപ്പിച്ചത് വാനെ കൊണ്ട്. സാധാ എരിവ് വേണമെന്ന് ഇച്ചിരി വേണമല്ലോ, ബജിക്കൊക്കെ ഇച്ചിരി എരിവ് വേണം. മുളക് ബജിക്ക് എന്ന് പറയുമ്പോൾ മുളകിൻ്റെ അകത്ത് എരിവ് ഉണ്ടല്ലോ. അപ്പൊ ഇതിന് ഇച്ചിരി എരിവ്, ചക്കയ്ക്ക് എരിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടി കൂടുതൽ ഇടണേ. ഞാൻ മുളക് പൊടി ഇച്ചിരി ഇടുവാണ്. വാനെ ഇങ്ങോട്ടൊന്ന് വന്നേ. വാനെ, എനിക്ക് ഇതൊന്ന് പൊട്ടിച്ച് തന്നേ. ഞാൻ കത്തി എവിടെയാ കൊണ്ട് വെച്ചത്. ഇത്ര മുളക് പൊടി ഞാൻ ഇട്ടേക്കുവാണ്. എരിവുള്ളത് അത്. ആ എരിവൊക്കെ അവരവരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കുക. എന്നാ ഇതൊന്ന് പൊട്ടിച്ച്. ആ കത്തി എവിടെയാ കൊണ്ട് വെച്ചതെന്ന് ഓർമ്മയില്ലല്ലോ. ചക്ക ഒരുക്കി കഴിഞ്ഞ് കത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തോണ്ട് പോയി. എന്നാ ഇതുകൊണ്ട് എടുക്കും. ഇച്ചിരി മുളക്, മഞ്ഞൾപ്പൊടി വേണം. ഇച്ചിരി ഇട്ടേക്കാം. ഇച്ചിരി പേരിന് ഒത്തിരി ഇടരുതേ. നിൽക്കേ, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഇട്ട് വെക്കും. ആ മതി, നിർത്ത്. അതവിടെ വെച്ചേരെ. പിന്നെ കായപ്പൊടി, കായപ്പൊടി, ആ പിന്നെ കായൊക്കെ ചേർക്കും. ബജിക്കകത്ത് കായം വേണം. കായം ഏതൊക്കെല്ലാം നോക്കാം എങ്ങനെയാന്നുള്ളത്. കായം ചേർക്കണം. ബജിക്കകത്ത് കായമുണ്ട്. പിന്നെ ഗരം മസാല ചേർക്കും. ഞാൻ ഈ ബജിക്ക് ഗരം മസാല ആയിട്ട് ഇവിടെ ഇല്ല. അവിടെ ഞാൻ ഇച്ചിരി മീറ്റ് മസാല ചേർക്കുക. ഇനി ഓരോരുത്തരും എങ്ങനെയൊക്കെ ചേർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ.
ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടുവാണേ. മുളകിൻ്റെ എരിവിൻ്റെ വിഷയമാവൂല്ലോ. നോക്കട്ടെ, ഇവിടെയുള്ളവർക്കൊക്കെ പേടിയാ മുളക്. മുളക് പൊടിയും എല്ലാം കൂടെ വരുമ്പോൾ സംഗതി മഞ്ഞ കളറായി. അല്ല, മഞ്ഞ കളർ മാറി ചുമല കളറായി അല്ലേ? മുളക് കളർ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കളർ വേണം അതിന്. മുളക് പൊടി കാശ്മീരി പൊടിക്കൊന്നും എരിവില്ലാത്തതാ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുരുമുളക് പൊടി ഇടുവാണേ. ഇപ്പം എല്ലാം കൂടെ തീർക്കാനും മിക്സ് ചെയ്യുക. ഇച്ചിരി കാശ്മീരി മുളക് പൊടി കളർ വെച്ചും കൂടി ഇടുക. ഇന്നെല്ലാവരും പുകയ്ക്കുന്നതായിരിക്കും. പാടെ ഒരു പരിപാടിയാണ് മൊത്തം മുളകിട്ടുള്ള പുകയ്ക്കലായിരുന്നു. പുകച്ച് പുറത്ത് കാണിക്കുക. മുളക് തീറ്റക്കാര് ഇഷ്ടം മുളകിടുന്നത്. അനിഷ്ടാന്ന് പറഞ്ഞിട്ടായിരിക്കണം. ജോമോന് ഇഷ്ടമില്ല. അത്ര എരിവൊന്നും വരത്തില്ലെന്നേ. ഇച്ചിരി വെള്ളവും കൂടെ. അപ്പം മൊത്തം എല്ലാം കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്താൻ നോക്കണം കേട്ടോ. ഇത് വിജയിക്കുമോ തിന്ന് നോക്കിയിട്ട് പറയാം. ബജിയുടെ കൂട്ടൊക്കെ അറിയാലോ. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത് അരിപ്പൊടിക്ക് പകരം ദോശമാവ് ചേർത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും ഒരു പരീക്ഷണമാണേ. ചെയ്ത് നോക്കാം. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത് ചട്ടി വെക്കട്ടെ. ഇങ്ങോട്ട് മാറ്റട്ടെ. നമ്മുടെ ചക്കച്ചോള എല്ലാം കൂടെ ഇത്രയൊന്നും ഞാൻ ഉണ്ടാക്കിയല്ലോ കേട്ടോ. തിന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിലും ഉണ്ടാക്കുള്ളൂ. അല്ലെ ഉണ്ടാക്കത്തില്ല. പരീക്ഷണപ്പറക്കലാണത്. പരീക്ഷണ ഫുഡ്. ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചു. പിന്നെ കത്താത്ത തണുപ്പായിരിക്കും. ഗ്യാസിനോ? ഓ, ഗ്യാസിനില്ല, ലൈറ്റിൽ തണുപ്പായിരിക്കും. അതായിരിക്കും കത്താത്ത. പച്ചച്ചക്ക, ഈ പഴുത്ത ചക്കക്ക് മധുരത്തിലുണ്ടാക്കി നോക്കാം. ബോളി വരിക്കച്ചക്ക വേണം. ഊഴകൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ 2-3 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. പരീക്ഷണം പാളിയെങ്കിലേ മുട്ട ബജിയെങ്കിലും തിന്നാവില്ല. 2 ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞിടും. ഉള്ളി ബജിയും കൂടെ ആക്കും. അതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാമല്ലോ. എന്തായാലും കൂട്ടൊക്കെ ഇവിടെ തയ്യാറായിട്ട് ഇപ്പോണ്ട്. ഉള്ളി ബജിയല്ലേ? ഉള്ളിവട. ഉള്ളി ബജിയുണ്ട്. അതായത് സവോള ചുമ്മാ ഇങ്ങനെ അരിഞ്ഞെടുക്കും. അരിഞ്ഞിട്ട് മാവിനകത്ത് മുക്കി അങ്ങോട്ട് കോളിഫ്ലവർ ഉണ്ടാക്കണം. അത് തന്നെ കോളിഫ്ലവർ അല്ലേ? അങ്ങനെയും ചെയ്യാം. നമ്മളവിടെ ഏതോ പരിപാടിക്ക് പോയപ്പോ അവിടെ കൂടാ. വൈക്കത്തല്ല, ഏറ്റുമാനൂർ എന്തോ പരിപാടി വന്നപ്പോ നമ്മള് പോയായിരുന്നു. ഏറ്റുമാനൂര് അമ്മേനെ കൊണ്ടൊന്നും പോയി. അമ്മേനെ കൊണ്ടല്ല, നമ്മള് കണ്ടുപോയതാ. അല്ല, ഇവിടെ വൈക്കത്ത് പോയപ്പോ മേടിച്ച കോളിഫ്ലവർ അല്ലേ? അല്ല, നമ്മള് മുളക് ബജിയാ മേടിച്ചത്. ഏത്തക്കാ പുളി. അവര് കോളിഫ്ലവർ മേടിച്ചായിരുന്നേ? ഇല്ലെന്നേ. എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നില്ല. കോളിഫ്ലവർ അല്ലേ മേടിച്ചു? ഇത് മതിയായിരിക്കല്ലോ, ഒത്തിരി എണ്ണ ഒഴിക്കണ്ടല്ലോ. ചീറ്റിപ്പോയെങ്കിലും മുങ്ങണ്ടേ? ചെറിയ ചട്ടി വേണ്ടിയിരുന്നു. അതെ, പിന്നെ എണ്ണയിലോ തിന്നാതിരിക്കുന്നതാ നല്ലത്. പക്ഷെ എന്നാലും എന്തെല്ലാം പേരല്ല, എന്തോരം സാധനങ്ങളൊക്കെ ഓരോരുത്തർ വറുക്കും പൊരിച്ചൊക്കെ തിന്നുന്നത്. ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നത്. പരീക്ഷണങ്ങളുടെ ഭാഗം നമ്മളിപ്പം നല്ലതാണെങ്കിൽ മാത്രമേ മുന്നോട്ട് ഉണ്ടാക്കുള്ളൂ. ഇപ്പം ആരും മുന്നോട്ട് ഉണ്ടാക്കണം. വിവീന വരുമ്പോ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം നല്ലതാണെങ്കിൽ. ചക്ക തീരുന്നതിന് മുമ്പേ വരുവാണെങ്കിൽ. നല്ലതാണെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയൊന്നും ചെയ്യാലോ. അങ്ങനെ വല്ല ഇതിനൊക്കെ വരുമ്പോഴേ, അല്ലെ വിരുന്നുകാരൊക്കെ വരുമ്പം ചക്കയുള്ള സമയമാണെങ്കിൽ മുട്ട മുറിക്കണല്ലേ? എണ്ണക്കകത്ത് വെള്ളമുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടാണല്ലോ ഞാൻ വെച്ചത്. വെള്ളം ഉണ്ടായിരിക്കും. അപ്പൊ എണ്ണയ്ക്കൊക്കെ വില കൂടിയോണ്ട് ഊട്ടി ചേർക്കാണോ? ഈ വെളിച്ചെണ്ണയാണോ അത്? സൺഫ്ലവറൊക്കെയാണ് ചിലപ്പോൾ കാണും. കൂട്ടൊക്കെ കാണും, പറയാൻ പറ്റില്ല. നമ്മുടെ മുട്ട ബജിക്കുള്ള മുട്ട റെഡിയാക്കിയിട്ടുള്ളത്. ചക്ക ബജിക്കുള്ള ചക്കച്ചുള
റെഡിയായിക്കൊണ്ട് ഇച്ചിരി കട്ടി കൂടുതലാണ്. ഉള്ള മാവ് ഇച്ചിരി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ലൂസാക്കട്ടെ. കട്ടിയാണോ? ഇച്ചിരി കട്ടി കൂടുതലൂടെ മാവ് അങ്ങനെ റെഡിയാകുന്നു. അതിലേക്ക് ഇവിടെ സൺഫ്ലവർ ഓയിൽ കടന്ന് പൊട്ടുന്നു. അപ്പോൾ ബിജി പരീക്ഷണത്തിലോട്ട് നമ്മൾ കിടക്കുവാണ്. നിൽക്കണ്ടേ ചക്കയ്ക്കൊക്കെ ഉപ്പ് പിടിക്കുമ്പോഴേ. അതെ, ചക്ക ബിജി ഉപ്പും കൂടെ. ചക്ക ബിജി പരീക്ഷണത്തിലോട്ടും. മുട്ട ബിജി പിന്നെ എല്ലാവരും കൂട്ടിയിട്ട് കഴിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ അതൊരു പ്രശ്നമില്ല. ചക്ക ബിജിയാണ് വിഷയം. ഇനി ഓരോ പരീക്ഷണം നടത്തിയല്ലേ ഓരോ ഫുഡുകളും കണ്ടുപിടിക്കുന്നല്ലേ. എല്ലാ സാധനവും എനിക്ക് ഏകദേശം എല്ലാം കണ്ടുപിടിക്കുന്നേ. പിന്നെ അവരെ ഓരോന്നിനും ഒരു കൂട്ട് വെച്ച് അടുത്ത് ഉണ്ടാക്കാം. ഓരോ കൂട്ടും മാറി മാറി ഓരോന്നിനും പ്രയോഗിക്കുക. ഇത് കൂഴച്ചക്ക കേട്ടോ, വരിക്കച്ചക്കയല്ല. നമ്മുടെ വെള്ളമൊന്നും കയറിയിട്ടില്ല. നല്ല ചക്ക മഴക്കാലത്തുണ്ടാകുന്നതാണേലും അടുക്കളയുടെ പുറകെ നല്ലതാ. അടുക്കളയുടെ പുറകെ നിൽക്കുന്ന വീടിൻ്റെ പുറകെ നിൽക്കുന്ന വിളവരിക. എണ്ണ തിളച്ചോ? തിളച്ചെന്നോ? തിളച്ച് വരുന്നല്ലേ. ഞാനേ വെള്ളം പൊട്ടി തീർന്നു. വെള്ളം പൊട്ടി തീർന്നു. ആ പൊടിയെല്ലാം ഉറുമ്പ് കയറിയെന്നേ. ഇപ്പൊ ഉറുമ്പ് ശരിയല്ല അടുത്തല്ലേ. അപ്പൊ ഞാനത് അടുപ്പിന്റെ അവിടെ വെച്ചതാണ്. ചൂട് കാണാൻ പൊക്കോട്ടേന്ന് ഓർത്ത്. പൊട്ടിച്ചിടാനാണെങ്കിൽ വേറെ പാത്രവും ഇല്ല. ചെറിയ പാത്രം ഉണ്ടായിരുന്നെങ്കിലേ അത് പൊട്ടിച്ചിട്ട് അടച്ചു വെച്ചാൽ മതിയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് ശല്യം ഭയങ്കര. മഴ തുടങ്ങി കഴിയുമ്പോൾ ഉറുമ്പെല്ലാം മുകളിലോട്ട് കയറി പോരുമെന്ന് തോന്നുന്നു. ഇതൊന്ന് മുക്കിയിട്ട് നോക്കട്ടെ കേട്ടോ. അല്ലേ, എണ്ണ തിളച്ചോ? എണ്ണ തിളച്ചോന്ന് എനിക്കറിയത്തില്ല. തിളച്ചില്ല, പക്ഷെ പൊട്ടി തീർന്നില്ല. അപ്പൊ എണ്ണ തിളച്ചെന്നുള്ളതാ. ഒറ്റയ്ക്ക് മുന്നേ പൊട്ടുന്നുണ്ടല്ലോ. അത് ഒരെണ്ണം പൊട്ടിയതാ. ഇനി ഇടുമ്പോഴേ അറിയത്തുള്ളൂ പതിഞ്ഞ് കയറി വരുന്നത്. ഇടട്ടെ? ഇട്ട് നോക്ക്. അപ്പോൾ നമ്മുടെ ചക്ക ബിജിയാകാനായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുന്നുണ്ട്. ഇത്രയും നടത്തില്ലേ, നാളത്തെ എണ്ണത്തിൽ കൂടെ നടത്തില്ല. മുങ്ങിയിട്ടില്ല, ശരിക്കും മുങ്ങിയിട്ടുമില്ല. ഇപ്പം ഞാൻ മുക്കിക്കാം. പിടിക്കാതെ കമ്പട്ട് ഇളകണം. അല്ല, നമ്മുടെ പരീക്ഷണ ബജി, ചക്ക ബജി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ റെഡിയൊന്നും ആയില്ല, ചുമ്മാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയ്ക്കകത്ത് കിടന്ന് റെഡി ആവൂലേ. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളവരും നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം. വായിലോട്ട് വെക്കുമ്പോഴേ നല്ലതെന്ന് പറയുന്ന പരിപാടിയില്ല. കഴിച്ച് നോക്കാതെ പറയില്ല എന്നാണെന്നും. അത് വീർത്ത് വരുന്നുണ്ടല്ലോ. ബജിയുടെ മണം, ബജിയുടെ മണം വരുന്നുണ്ട്. എനിക്ക് ഞാനത് പറയാൻ വരുമായിരുന്നു, ബജിയുടെ മണം വരുന്നുണ്ടെന്ന്. അതെന്നാന്നറിയാവോ? ഈ ദോശമാവല്ലേ, അത് പുളിച്ച് പൊങ്ങിയിരിക്കുന്നതല്ലേ, അതായത് പൊങ്ങിയിരിക്കുന്നതല്ലേ, പുളിച്ച് ഓവറായിട്ട് പുളിച്ച് പോകരുത്. അതുകൊണ്ട് അത്ര മണം വരുന്നല്ലേ. പക്ഷേ ചക്കക്കകത്ത് ഞാൻ വെള്ളം ഉള്ളതുകൊണ്ട് വേഗം സമയം എടുക്കും. മറ്റു സാധനം ഇപ്പോൾ മുട്ട പോലെയൊന്നും അല്ലല്ലോ, ചക്കക്കകത്ത് വെള്ളം ഉണ്ടല്ലോ. പിടിച്ചോ? ബജിയുടെ ഷേപ്പൊക്കെ ഉണ്ട് അല്ലേ? ഏതാണ്ടൊരു സൈസ് നമുക്ക് തിന്ന് നോക്കിയിട്ട് പറയാം. ഷേപ്പൊന്നും കുഴപ്പമില്ല, രുചി കിട്ടിയാൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. സംഗതി മറിച്ചിട്ടപ്പം ഈ പരുവത്തിലാണ്. ഇത് ചക്കയ്ക്കകത്ത് വെള്ളം കൂടുതലുള്ള വെള്ളാംശമാണല്ലോ ചക്കയ്ക്കകത്തുള്ളത് കൂടുതലേ. അതുകൊണ്ട് അത് വലിഞ്ഞു വരണമെങ്കിൽ ചില സമയം ചക്ക വേകുകയും ചെയ്യണം, ജലാംശം പോവുകയും വേണ്ടേ. അതിന് സമയമെടുക്കും. മുളകെന്ന് പറഞ്ഞാൽ അത് ചെറുതല്ലേ സാധനം. മുളക് കാന്താരി മുളകല്ല, അതല്ലേ പറഞ്ഞ നീളമുള്ളതാ. അതിനകത്ത് ഇത്ര അതും പൊള്ളയല്ലേ. ഇതുപോലെ ചക്ക പോലെ കടുപ്പോ കട്ടിയില്ലല്ലോ മുളക് എന്ന് പറഞ്ഞാൽ. നീളമുണ്ടെന്ന് പറഞ്ഞാലും ചെറിയ അരിപ്പുകൾ മറ്റേ സാധനം ഉണ്ടായിരുന്ന അതിനകത്ത് ആദ്യമായിട്ടുണ്ടാക്കുന്ന ഞാൻ ഇതൊന്ന് തിന്ന് നോക്കട്ടെ. ഇത് മൂത്തിട്ടുണ്ട്. ഇത് തിന്നുമ്പോ ഏകദേശം അറിയാം.
ചക്കയുടെ രുചിയില്ലല്ലോ. ഇതിന് എന്തായാലും രുചിയാണ്. രുചിയാണ്. നല്ലതാണേ. പക്ഷെ ചക്ക കൂട്ടി തിന്നുമ്പോ അറിയത്തില്ല എങ്ങനെയാണ്. ആണ് ചക്ക കൂടുമ്പോ അങ്ങനെ ഇരിക്കുന്നുള്ളൂ. ചട്നിയൊക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചു, സമയമില്ല. ഞങ്ങൾ സാധനം അടിപൊളിയായിട്ട് തീർത്ത് നല്ല തവളക്കുഞ്ഞ് പോലെ ഇരിപ്പുണ്ട്. തിന്നാൻ കൊള്ളിയല്ല തവളക്കുഞ്ഞെന്നൊക്കെ പറയോ? അതെന്തല്ലേ തവളക്കുഞ്ഞ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ, തവള മസിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് തന്നെ കുഴപ്പം? തവള മസിൽ പിടിച്ചിരിക്കണമെന്ന് പറയുന്നത് വെച്ച് തിന്നു തന്നെ കുഴപ്പം. ചായ കുടിച്ചില്ലേ? എലിക്കുട്ടി ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അതിനകത്ത് എടുത്തോ, ബിസ്ക്കറ്റ് എടുത്തോ, നല്ല ബ്രെഡ് എടുത്തോ, നല്ല ബജി തരാം. അമ്മയ്ക്ക് ബജി അത്ര ഇഷ്ടപ്പെടത്തില്ല. അമ്മ എരിവിന്റെ ആളല്ലാത്തതുകൊണ്ട് എരിവ് വലിയ കാര്യമായിട്ടില്ല ഇല്ലേ. ഇവാനെ ഒന്നെടുത്ത് തിന്നു നോക്കുവാനെ, ചൂട് തിന്നിയല്ല. നമ്മുടെ ബജി, ചക്ക ബജി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഇടാൻ പോകാം. ഇവിടെ എണ്ണയുടെ കളറൊക്കെ മഞ്ഞക്കളറല്ലേ. അമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ടായിരുന്നല്ലോ. ചായ കുടി കഴിഞ്ഞാ? എടാ ബിസ്ക്കറ്റ് വല്ലതും പൊടിച്ചു കൊടുക്കടാ. അല്ല ബജി, അല്ല ബജി ചായ കുടിച്ച് കഴിഞ്ഞോ? അതിനകത്തുണ്ടല്ലോ അമ്മയ്ക്കെടുത്ത് തിന്നാമല്ലേ, എടുത്ത് തിന്നാലോ. ചായ കുടിച്ച് കഴിഞ്ഞോടാ? കുറച്ച് കുടിച്ചല്ലോ. അതിനകത്ത് കൈയിട്ടായിരുന്നു, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. മറ്റേ കടലമുട്ടായി ഉണ്ടായിരുന്നു, ഞങ്ങളെടുത്ത് തിന്നു. ഞാനും അമ്മ കൂടെ കഴിച്ചു. കത്താൻ ഇച്ചിരി ബുദ്ധിമുട്ട് കുറച്ചാണോ ചേണല്ലോ? അല്ല കൂട്ടി വെച്ചതാ. നമ്മുടെ ഈ പ്ലാവേലെ ചക്കയാട്ടോ ഇത്. ഇപ്പം നിങ്ങൾ സ്ഥിരം കാണുന്ന പ്ലാവാണ്. ഇതിലെ ചക്കയാണ് ഈ പ്ലാവേല. ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒത്തിരി കിടപ്പുണ്ട്. കുറേ പഴുത്ത് അണ്ണൻ തുറന്ന് ചാടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് മുകളിൽ കയറാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ വലിച്ച് അടിയായിരുന്നു. ഇപ്പോൾ താഴെ തോട്ടിപ്രയോഗത്തിലുള്ള പരിപാടിയാണ്. എന്താ ഗോവണി അവിടെ ചാരി വെച്ചിട്ടുണ്ട്. ഗോവണിയൊക്കെ ഇരുന്ന് പിടിക്കുകയാണ്. 2 ദിവസം തോരുവാണെങ്കിൽ നമുക്ക് മുകളിൽ കയറി പറിക്കായിരുന്നു. തിന്നു നോക്കോ, തിന്നോ തിന്നു നോക്കിയോ. നല്ലതാണോ ഇല്ലെന്ന് പറയാം. ചൂട് എനിക്ക് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. എന്തുണ്ടാ ചക്ക? ഉപ്പ് വേണം. ഉപ്പ് കുറവാണ്. ചക്കയ്ക്ക് ഉപ്പ് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം. അപ്പം നീ ഉപ്പ് ഒഴിച്ച് കുറഞ്ഞു പോയതാ. മാവിനകത്ത് ഇച്ചിരി ഉപ്പ് ഒഴിക്കണം. സംഭവം നല്ലതാ കേട്ടോ. മുളക് ബജിയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഗതി ഉപ്പ് കൂടുതൽ, എരിവും കൂടെ വേണം. എരിവും വേണം, ഉപ്പും കൂടെ വേണം. അപ്പൊ സംഭവം റെഡി. നല്ലതാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. ജോമൻ വേണേ ഒന്ന് തിന്നു നോക്കൂ, എന്നിട്ട് പറഞ്ഞേ. ഞാനേ ഉപ്പ് ചേർക്കാൻ പോവാ. ഉപ്പും എരിവും കൂടെ. ഉപ്പില്ല, എരിവും കുറവാ. എരിവ് വേണം. ബാക്കിയൊന്നും കുഴപ്പമില്ല. ബാക്കി നല്ലതല്ലേ? അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ട്. കൂട്ടിയത് കുറവായി പോയി. സാധനം ഉണ്ടാക്കുന്നത് നടക്കുകയല്ല, നീ ഉണ്ടാക്കേണ്ടി വരും. അതെ, നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയില്ലേ? ആണോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കൊണ്ടല്ലേ. ശിവാനെ, എന്നാ ഒരെണ്ണം കൊച്ചു കൊടുത്ത് ഒരെണ്ണം അമ്മച്ചിക്കും കൂടെ കൊടുത്തേ. നല്ലതാണെന്ന് പറയാം. ഇത് മുളക് പൊരിയേക്കാളും തിന്നാ രസം. നല്ലതാ, ഇത് ഉണ്ടാക്കായിരുന്നു. സംഗതി കൊള്ളാം കേട്ടോ. ഞാൻ തിന്നോണ്ടിരുന്നേ. എന്റെ അമ്മയ്ക്ക് പോകാൻ വരും. നോക്കെ തിന്നു നോക്കി, തിന്നു നോക്കുന്ന ബജി, ചക്ക ബജി ഇപ്പൊ ഉണ്ടാക്കിയതാ. കച്ചവടമുണ്ട്. പുഴുങ്ങാനല്ല, ഇത് ബജി ഉണ്ടാക്കിയത്. നമ്മൾ പുഴുങ്ങാനും ഉണ്ട്, പുഴുങ്ങുന്നുണ്ട്. ചക്കച്ചോളയാ, ചക്കച്ചോള. അവിടെ ഉണ്ടാക്കുന്നുണ്ട്. വാ കാണണമെങ്കിൽ. കൊണ്ടുപോകാനല്ല, നമുക്ക് ഉണ്ടാക്കി തിന്ന് പരീക്ഷിച്ച് നോക്കും. നമ്മൾ ഉണ്ടാക്കി തിന്ന് എങ്ങനെയുണ്ട്, രുചിയുണ്ടോ?
നല്ലതാണോ? മധുരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ചള്ളാണോ? ആ മധുരം ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ചള്ളാണ് കേട്ടോ. ഒന്നുമില്ല. മധുരം ഇല്ല അല്ലേ? മധുരം ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് പറ്റിയില്ല. എങ്ങനെയുണ്ടാ? നീ നോക്കിയിട്ട് എങ്ങനെയുണ്ടാ? നല്ലതാണോ? ഉപ്പ് കുറവുണ്ടല്ലേ? എരിവ് കുറവാണ്. എരിവ് പിന്നെ ഉണ്ടെന്ന് എനിക്ക്. എരിവ് കുറവാണ്. എരിവും കൂടെ അതേ ചെയ്യും. ചക്കയാണ്ടേ, ഇച്ചിരി എരിവ് വേണം. ചക്കയായോണ്ടേ എല്ലാം കൂടെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാ. അല്ല നമുക്ക് അടുത്ത് എരിവും എല്ലാം ക്ലിയർ ചെയ്ത് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ കൂട്ടി എടുത്ത് അത് കഴിച്ച് നോക്കാം. പറയാലോ കൃത്യമായിട്ട്. മുട്ട ഉണ്ടാക്കാനുള്ള സാധനം കാണിയാലും തോന്നുന്നു. രണ്ടാമത് ഉണ്ടാക്കേണ്ട വരും തോന്നുന്നു. അത് വേണ്ടി വരും. ചക്ക മാറ്റി വെക്കാം, മുട്ട ഉണ്ടാക്കാതെ. ഇതാകുമ്പോ അല്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നല്ലതാവുന്നു. ഞാനത് പക്ഷെ മുളക് ഉണ്ടെന്ന് പറയാം, മുളക് അങ്ങോട്ട് വേഗിയല്ലോ. പച്ചയായിട്ടിരിക്കും സാധനം അങ്ങോട്ട് മാവിങ്ങ പോന്നു കഴിഞ്ഞ് പിന്നെ അത് എന്തോ പോലെ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകാം. ചക്കയുടെ നന്നായിട്ട് വേകുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്തായാലും നമ്മുടെ ചക്ക ബജി വിജയമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചക്കയുള്ളവരൊക്കെ പരീക്ഷിച്ച് നോക്ക്. ഇനി ഇത് മാവ് മറ്റേതിനേക്കാളും കൂടുതൽ വേണമോ എന്നൊരു സംശയമുണ്ട്. മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ. അല്ല ഇതേലേ ചക്ക പിടിച്ചു വരുമ്പോഴത്തേനെ അല്ല മാവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കൂടുതൽ ചിലവാകുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ കൂടുതൽ വേണമെന്നല്ല പറഞ്ഞത്. ഇനിയിപ്പം ഇത് ഉണ്ടാക്കി തിന്നുമായിരിക്കുമല്ലേ, എല്ലാരും തിന്നിയല്ലേ. എന്നാ പിന്നെ മുട്ടയ്ക്കുള്ളതെല്ലാം കൂടെ തിന്നുമോ? 6 കഷ്ണം മുട്ടയുണ്ട്. 4 നമുക്ക് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. പിള്ളേരവിടെ ഉണ്ടല്ലോ. ഇതിനകത്തൊരു ചമ്മന്തി വേണമായിരുന്നു. തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് അരച്ചുണ്ടാകും. പക്ഷെ അമ്മയില്ല ഇനി. ചമ്മന്തിയും കൂടെ ഉണ്ടല്ലേ മറ്റേ സോസോ? ആ സോസ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊന്നും ഇഷ്ടമില്ല. മധുരച്ചവ എനിക്ക് ഇഷ്ടമില്ല. അമ്മയ്ക്ക് മധുരം ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇഷ്ടമില്ലെന്ന് പറയും. അമ്മ ഉപ്പില്ല പുളിയില്ല മധുരമില്ല എന്നൊക്കെ പറയും. അമ്മയ്ക്ക് മധുരം ഇല്ലാതെ അമ്മ പിടിക്കില്ല. മധുരമുള്ള എല്ലാം നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഉപ്പും മുളകൊക്കെ ചേർത്ത് തീരായിട്ടുണ്ടാക്കിയത് മാറ്റി വെച്ചേക്കാം. നമുക്ക് തിന്ന് നോക്കാം ഏതാ നല്ലതെന്ന്. അതിനകത്ത് കൊണ്ടിട്ടാണ് അത്രയും ചക്കരി ഉണ്ടോ? നല്ല മാവുണ്ട്. അത് കഴിഞ്ഞുള്ള മാവുണ്ട്. മുട്ട കിച്ചൺ കൊണ്ട് ഉണ്ടാക്കിയ കട്ടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. മുട്ട കിച്ചൺ കൊണ്ട് ഉണ്ടാക്കിയ ഇച്ചിരി കട്ടി കുറുകിയിരിക്കണം. ഇതിൽ ലൂസാകരുത്. ഉപ്പും എരിവൊക്കെ ചേർത്ത് തിന്ന് നോക്കണേ. ചൂടാ. എരിവ് എന്നിട്ടും ആയിട്ടില്ല. രോമണ്ടൊക്കെ നല്ല വെള്ളം ഉണ്ടാക്കി ഭയങ്കര എരിവാകുന്നു. എനിക്കറിയാവോ കുരുമുളക് പൊടി കേട്ടോ. എരിവില്ലെങ്കിൽ ഇങ്ങനെ ബജി ശരിയാണ്. ഇത് ശരിക്കും തകർന്നു. എരിവുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഉണ്ട്. ഇച്ചിരി നമുക്ക് തോന്നുന്നില്ല. തിന്നുമ്പോൾ ഫീലിംഗ് ഇല്ല. പക്ഷെ സാധനം സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സാധനം സൂപ്പർ ടേസ്റ്റാണ്. ചൂടോടെ തിന്നുക. അതെ. ഈ സാധനം കിട്ടിയാൽ അറിയാതിരുന്ന് തിന്നു പോകുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ. നല്ല. നമുക്കിനി തിരുനാളിന് വല്ല ഇങ്ങനെ ചക്ക കിട്ടുവാണെങ്കിൽ കച്ചവടം നിർത്തായിരുന്നു. ഇത് ഒത്തിരി പേര് മേടിച്ചോണ്ട് പോകും. വിഷമൊന്നും ഇല്ലല്ലോ. മറ്റേ കോളിഫ്ലവറൊക്കെ കഴുകിയിട്ടാണ്. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ആർക്കറിയാം. അതിനെന്ത് പിടിച്ചോറിയോടെ. ഇത് വേണം അരിഞ്ഞിട്ട് നമ്മള് കോളിഫ്ലവർ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി നോക്കിയാലോ? അങ്ങനെയായാലും കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എളുപ്പം ഇതല്ലേ. ഇതുണ്ടാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ചക്ക വെന്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത്. എനിക്കൊരു സംശയമാണ് ചക്ക വേഗൂന്ന്. ചക്ക എണ്ണക്കത്തല്ലേ. സൂപ്പർ സാധനം. നമ്മൾ ഉദ്ദേശിച്ചേക്കാളൊക്കെ ഒത്തിരി ബെറ്റർ. തീരും കേട്ടോ. ഉപ്പും ഇച്ചിരി എരിവും കൂടെ വന്നാൽ മതി. ഉപ്പൊക്കെ വന്നപ്പോൾ അങ്ങോട്ട് നല്ല ഇതായി. അറിയാതെ നമ്മൾ തിന്നുന്നൊരു കണ്ടീഷനായി. ഇവാനേ സാച്ചാസിന്റെ വീട്ടിൽ 4 എണ്ണം കൊണ്ട് കൊടുത്തിട്ടാ മതി. അത് ചൂടോടെ വേണേ തിന്നോട്ടെ. അവരോട് ഉണ്ടാക്കാൻ പറ. ചക്ക തരാന്ന് പറ. ചക്ക തരാൻ ഉണ്ടാക്കാൻ പറ കേട്ടോ. ബിജി ഉണ്ടാക്കി നോക്കാൻ പറ. അപ്പൊ ജോമള് 4 എണ്ണം 6 എണ്ണം വെച്ച്
സാവിച്ചേട്ടായുടെ അവിടെ ഉണ്ട് സാധനം അതുകൊണ്ട് സാവിച്ചേട്ടായും കൊണ്ട കൊടുത്ത് നമ്മൾ അവരും കൂടെ ഒന്ന് ചോദിക്കുക അതിൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൊണ്ട കൊടുത്തിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ അവിടെ കൊണ്ടുപോകാം. നീ തന്നെ കിടന്ന് ചാടുന്നത്, നീ മാത്രം കിടന്ന് ചാടുന്നത്, നീ ചാടുമൊന്നും വേണ്ട, നീ അടങ്ങിയിരിക്കുക. ഞാൻ അന്നേരാവി ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു പുതിയ സാധനം ഉണ്ടാക്കിയതാണ്. സാവിച്ചിട്ടേ അവിടെ കിടന്ന് പറമ്പിലുണ്ടൊക്കെ പണിയാ. പിള്ളേരൊക്കെ അകത്തുണ്ട്, അവരെ കൂടെ പോയി കാണാം. ഹലോ 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 എഞ്ചിലെവിടെ? എഞ്ചിലൊന്നും കാണുന്നില്ല. ആലിബിലേ ദാ ഇതിനടി പരിപാടി, ഇതടി ഈ സാധനം തിന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നീ എന്നെ അടുത്തോണ്ടിരിക്കുവോ? ഈ സാധനം തിന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇതെന്നാ സാധനം എന്ന് പറയണം കേട്ടോ. എന്നാ സാധനം എന്നുള്ളത് ജോമളാന്റിയുടെ ഒരു പരീക്ഷയാണ്. എന്തി അവനെന്തി ഡാ അടുത്ത വിളിച്ചേ ആയിട്ടെ. ഈ സാധനം ഒരു എന്നാ സാധനം ഇത് നോക്കിയിട്ട് പറയണം. എങ്ങനത്തെ സാധനം എങ്ങനെ ഉണ്ടെന്നും പറഞ്ഞില്ല. ലൈറ്റ് ഇതോടുകൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കി രണ്ട് ഓരോന്നും കൂടെ എടുത്തോ. എവിടെയും കിട്ടിയ എന്നാ സാധനം? ആ ചക്ക. എങ്ങനെയുണ്ട്? നല്ലതാണോ? സൂപ്പറല്ലേ? ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു പരീക്ഷ നടത്തി നോക്കിയതാ സംഗതി എങ്ങനെയുണ്ടെന്നുണ്ട്. നമ്മളെ മുളക് പൊടി കഴിക്കുന്ന രസമല്ലേ? ചേച്ചിനും കൊടുക്കേ. എങ്ങനെയുണ്ട്? ചക്കയുടെ ഇത് പുഴുങ്ങിയതാണ്. പുഴുങ്ങിയതല്ല, അത് വയ്യായിട്ട് നമ്മൾ ചക്ക പൊരി ഉണ്ടാക്കുന്ന പോലെ മാവ് മുക്കി. ആ അത് തന്നെ ചക്കച്ചോളയോ? ആ ചക്കച്ചോള. ചക്കച്ചോള നമ്മൾ പീസാക്കി എടുത്തിട്ട് ശരിക്കുന്ന എൻ്റെ ചോളയുണ്ട് തരാം, ഉണ്ടാക്കി നോക്കിയോ. നമ്മുടെ ഈ പ്ലാവല പുറകിലെ പ്ലാവല ചക്ക. എങ്ങനെയുണ്ട്? ആ മുളക് ചേക്കൽ നല്ലതേ അല്ലേ? എന്നിട്ട് ചേച്ചി മമ്മി വരുമ്പോഴത്തേനും ഉണ്ടാക്കാൻ പറയട്ടോടി. ആ നിങ്ങളുടെ കൂടി ഉണ്ടാക്കാൻ ചക്കച്ചോള ഇരിപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞ് സംഗതി ഉണ്ടാക്കിക്കോ കേട്ടോ. സാധനം എല്ലാം ചേർത്ത് വേണ്ട രീതി. എന്നാൽ ഞാൻ പോവാം. അപ്പോൾ ഇവർക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ആദ്യനാന്ന് ആദ്യമേ മനസ്സിലായില്ല, എഞ്ചിലിന് മനസ്സിലായില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. സാവു ചോദിക്കും ചക്ക പുഴുങ്ങിയിട്ടാണോ? ഞാൻ പറഞ്ഞു ഇത് പച്ചച്ചക്ക എടുത്തുണ്ടാക്കേണ്ട, ചക്കച്ചോള ഇരിപ്പുണ്ട് തരാമെന്ന് പറഞ്ഞു, ഉണ്ടായിക്കോളാൻ പറഞ്ഞു. ചേച്ചിക്ക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി അവരടിച്ചു. ചൂട് പോയി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലാണ്. മുട്ട വെച്ചോ? മുട്ട ഇട്ടു. ആഹാ ഇനി ജോമോൻ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ? അടുത്ത ഇടുന്ന കാണിക്കാം. മുട്ട ഇട്ടു. മുട്ട ബജി കേട്ടോ, മുട്ട ബജി കൂടെ. മറ്റേത് ചീറ്റിപ്പോയെങ്കിലും എന്ന് ഓർത്താണേ മുട്ട ബജി ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്ത് എടുത്ത് വെച്ചതാ. ഒക്കെ ഉണ്ടാക്കാൻ പോയി ഇവിടെയൊക്കെ വൃത്തികേടാവും, പിന്നെ നല്ല പണിയാണ്. ക്ലീൻ ചെയ്യണമല്ലോ, പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ശരി വ്യത്യാസമേ ഉള്ളൂ മാവേ. അല്ല രണ്ട് ചക്കച്ചോളം എടുത്തുണ്ടാക്കും മാവ് കൊണ്ട്. ഇനിയിപ്പം വേണ്ട, ഇത് മതി. ചക്കച്ചോളം ഇരിപ്പില്ലേ? ചക്കച്ചോളം ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിലോട്ട് വെച്ചതാ. സാറിയില്ല. ഇതെല്ലാം കൂടെ തിന്നോ? അവർക്ക് രണ്ടെണ്ണം കൂടെ കൊടുത്തേക്കാം. ആ ചേച്ചിക്ക് അവിടെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടെണ്ണം കൂടെ കൊടുക്കാം. മൂർത്ത ചക്കച്ചോളയാണ്. ഒരു ചക്കച്ചോള കൊണ്ട് രണ്ടെണ്ണം വീതം ഉണ്ടാക്കാം, 2 ബജി ഉണ്ടാക്കാം. അപ്പോൾ കുരു കളഞ്ഞ് മൊത്തത്തിലോ? ഓ അത് അത്ര അത് ഇതുപോലെ വേഗത്തില്ല. അതിനകത്തിനില്ല, അതിനകത്ത് കൂടുതൽ ഇത് വേണം തരല്ലോ. അതിനകത്തേ സാധനം ഈ മൈദ മാവ് കൂടുതൽ കയറും, അത് വേണ്ട. ഇങ്ങനെ ചെയ്യുന്ന നല്ലത്. ബാലൻസ് മാവിനകത്തോട്ട് 2-3 ഇതും കൂടെ ഉണ്ടാക്കുവാണ്. ചക്കച്ചോള എണ്ണ കുറഞ്ഞു പോയേ. എണ്ണ ഇച്ചിരി പറ്റി. അത് ഇത് എണ്ണ വലിക്കും, അതാണ് കുഴപ്പം. അതിനുള്ള എണ്ണയുണ്ട്, കറക്റ്റ് എണ്ണയല്ലേ, കറക്റ്റ് മാവല്ലേ, എല്ലാം കറക്റ്റ്. നന്നായിട്ട് സൈഡൊക്കെ അങ്ങ് ഓടിച്ചെടുക്കുക.
കൂടെ കൊണ്ട് തീരുവാണ്. ചക്ക ബജി പരീക്ഷണം വൻ വിജയമായിരുന്നു. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ കൂടെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് നന്നായെന്ന് തോന്നുന്നു. ഞാൻ എന്റെ കാര്യം പ്രതീക്ഷിച്ചാലും അത്ര നന്നായില്ല. പ്രതീക്ഷിക്കാതെ അതിൻ്റെ കൂടെ മുട്ട ബജിയും കൂടെ ഉണ്ടാക്കി. ഇനി അത് പറ്റിയില്ലെങ്കിൽ ഇത് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് മുട്ട ബജി ഇതിപ്പോൾ എല്ലാം കഴിച്ച് തീർക്കേണ്ട അവസ്ഥയായി. അങ്ങോട്ട് 2 3 കൊടുക്കാം. അപ്പം നമ്മുടെ ബജി തീർന്നു. ബജി തിന്നാന്ന്, ബജി അയ്യോ പലഹാരം തിന്നാന്ന്, പലഹാരം. ബാ ഓ ബാ. പറയാൻ വേണ്ടി അമ്മയ്ക്ക് എനിക്കും വിവാനും ജോമോനും എല്ലാവർക്കും വേണം. സാബുവിനും ആൽബിനും ഒക്കെ ഞങ്ങൾ കൊടുത്തു. കാക്കേനെ കൊണ്ട് എന്ത് ശല്യമാണ്. തുണി അവിടെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ജോമോന്റെ ചായ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നില്ലല്ലോ. ചായ മുഴുവൻ കുടിക്കാതെയാണല്ലോ പോയെ. ബാ ചായേ കുടിച്ചില്ലല്ലോ. പിന്നെ മറന്നു പോവാണോ ചായ കുടിക്കുന്നതൊക്കെ? ഞാൻ ഇവിടെ വേണം ജോമോനെ. അമ്മ ചായ കുടിക്കുന്നൊപ്പം കഷ്ണം കഴിക്കുന്നതിനൊപ്പം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ ശരിക്കും കഴിക്കൂ. അല്ല, ബജി കൊടുത്തോടി അമ്മ ബജിയും മേടിച്ചോണ്ട് അങ്ങ് പോയിരുന്നു, എന്നിട്ട് അങ്ങ് പോയി. ഇതാണ് സംഭവം. മധുരമില്ല കേട്ടോ, മധുരമില്ല. മധുരമില്ലാത്തതുകൊണ്ട് അമ്മക്ക് ഇവിടെ ഇരി. ചായക്ക് മധുരമുണ്ട്. ചായ ഉണ്ടായിരുന്നു. മധുരമില്ലല്ലേ? മുട്ട ബജി സൂപ്പർ. അമ്മ പറഞ്ഞു എരിവ് മധുരവും ഇല്ല, ഉപ്പുമില്ല, പുളിയില്ല. ഉപ്പുണ്ടല്ലോ, ഇച്ചിരി എരിവ് വേണം. നിങ്ങൾ കണ്ടവനെ. അപ്പം ബജിയുടെ ആള് വിവാനാണ്. ഒന്ന് അനഞ്ഞ പ്ലേറ്റ് തുറച്ചോണ്ട് വാ. ബിസ്ക്കറ്റ് പിന്നെ കറുത്തിരിക്കണോ? കറുത്ത കളറിലെ ബിസ്ക്കറ്റാ, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. വേണ്ട കഴിച്ചാണല്ലോ മുമ്പേ. ചായ കുടിച്ചോടെ കടിച്ചല്ലേ. കച്ചപ്പാണോ അതിന്റെ മീൻസാണ്. ചട്നി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്, സമയം കിട്ടിയില്ല. അതാ നമുക്ക് ഉണ്ടാക്കുമ്പോ ചട്നിയൊക്കെ ഉണ്ടാക്കി തിന്നാം. അതാ മൂട്ടിന്ന് ചാടി വരുമ്പോ സമയം കുറേ എടുക്കൂലോ. തീരാറായി. എന്നാ നിങ്ങൾ പോയപ്പോ പറഞ്ഞ മേടിക്കാൻ പറ്റും. എനിക്കിഷ്ടമില്ലത്. അതിനേക്കാൾ അച്ചാറ. അച്ചാർ കൂട്ടി എങ്ങനെയായിരുന്നു? വന്ന് കഴിച്ചു മതി, അല്ലെ തീർന്നു പോകും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ കമന്റും ചെയ്യണം, ഷെയറും ചെയ്യണേ. ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, സാവച്ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കണം, കൊള്ളാം എന്ന് തോന്നുന്നവര് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും, നല്ലതാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഇഡ്ഡലി മാവിന്റെ ദോശമാവിന്റെ കൂട്ടിയിടുപ്പുണ്ടായിരുന്നു കുറച്ച്, അത് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ കടലമാവുമാണ് ഈ പൊടികളായിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ ബജിക്കകത്ത് ചേർക്കുന്ന ചേരുവകള് മുളക് പൊടി, കായപ്പൊടി, ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇച്ചിരി ഉള്ള ഇട്ടിട്ടുള്ളൂ. പിന്നെ മുളക് എരിവിന് എന്തോരം എരിവ് ആവശ്യമുണ്ടോ അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്തുകൊള്ളുക. സംഗതി സൂപ്പറാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറയിപ്പിച്ചു ജോമ പിന്നെ പറയണത്. പിന്നെ ജോമ തന്നെ പറഞ്ഞാൽ പോരായിരുന്നു. നീ പറയണല്ലേ കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ജോമോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. എല്ലാവർക്കും ബൈ. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.